കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവനും ജീവിതവും എന്ന 195-ാമത്തെ ബൈബിൾ പഠനത്തിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ബലഹീനരും ബലവാന്മാരും എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ ഒരുങ്ങുന്നത്. സഭയിലെ ഭിന്നാഭിപ്രായങ്ങൾ ഒരു പുതിയ കാര്യമല്ല. ആദ്യകാല സഭയിൽ പോലും ഭക്ഷണം, അതുപോലെ ദിവസാചാരം, ശീലങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് പല നിലകളിൽ ചർച്ചയും അതുപോലെ തന്നെ വ്യത്യസ്ത ചിന്തകളും ഒക്കെ എല്ലാ കാലത്തും പുലർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് നാം ഇങ്ങനെയുള്ളൊരു വിഷയം തിരഞ്ഞെടുക്കുന്നതും ചർച്ചയ്ക്കായിട്ട് വന്നിട്ടുള്ളതും. ജോസ് പനിച്ചേരി സഹോദരനാണ് നമ്മളോട് സംസാരിക്കുന്നത്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിന്റെ വചനം പഠിക്കാനായിട്ട് നമുക്കൊരു സന്ധ്യാസമയം ദൈവം അനുവദിച്ചതോർത്ത് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മുടെ വിഷയം നമ്മൾ പറഞ്ഞതുപോലെ ബലവാന്മാരും ബലഹീനന്മാരും എന്നതാണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊരു വാക്യം, എന്നൊരു പ്രയോഗം കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. പരിണാമവാദത്തിന്റെ ആപ്തവാക്യങ്ങളിൽ ഒന്നാണത്. അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ആ പോരാട്ടത്തിൽ ശക്തന്മാർ, അതിന് കൂടുതൽ യോജിച്ചവർ, കൂടുതൽ ഗുണഗണങ്ങളും പ്രാപ്തിയുമുള്ളവർ വിജയിക്കുകയും അതിനില്ലാത്ത അശക്തന്മാരും ബലഹീനന്മാരും പിന്തള്ളപ്പെടുകയും ചെയ്യുന്നതാണ് പുരോഗതിയുടെ അടിസ്ഥാന മാർഗം എന്നാണ് ചാൾസ് ഡാർവിൻ പരിണാമവാദം മുന്നോട്ട് വെച്ചപ്പോൾ നിർദ്ദേശിച്ച തത്വം. പുരോഗതി വരണമെങ്കിൽ കൂടുതൽ യോഗ്യതയുള്ളവരെ, അനുഗുണന്മാരെ, ശക്തന്മാരെ, ഗുണവിശേഷമുള്ളവരെ സൂക്ഷിക്കുകയും അല്ലാത്തവരെ പിന്തള്ളപ്പെടുകയും ചെയ്യുന്നതാണ് പ്രകൃതിയുടെ മാർഗം. ഈ മാർഗം അവലംബിച്ച് മനുഷ്യവർഗത്തെ പുരോഗതിയിലേക്ക് നയിക്കാനായിട്ട് ശ്രമിച്ച ആളുകളെയാണ്, ആ ചിന്താഗതിയാണ് സോഷ്യൽ ഡാർവിനിസം എന്ന് പറയുന്നത്. ഇത് പ്രകൃതി മാത്രമല്ല, മനുഷ്യരും അങ്ങനെ തന്നെ ചെയ്യണം, എന്നാലേ പുരോഗതി വരുള്ളൂ. ശക്തന്മാരെ സൂക്ഷിക്കുകയും യോഗ്യന്മാരെ സൂക്ഷിക്കുകയും അയോഗ്യന്മാരും അബലന്മാരും ബലമില്ലാത്തവരായുള്ളവരെ പിന്തള്ളുകയും ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യവർഗം അധപ്പതിച്ചു പോകും എന്ന ചിന്താഗതി. നാസികളെ പറ്റി, ഹിറ്റ്ലറുടെ നാസിസം ആ ഒരു വലിയ കിരാത തത്വമാണ് പഠിപ്പിച്ചതെന്ന് ചരിത്രം അറിയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ ഇതൊരു ഡാർവിനിസത്തിന്റെ മാത്രം കണ്ടെത്തലല്ല. ഈ സോഷ്യൽ ഡാർവിനിസം എന്ന് പറയുന്നത് ഈ പുരാതന ഗ്രീക്ക്, റോമ ചരിത്രങ്ങൾ, സംസ്കാരങ്ങളെയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോഴും, അതുപോലെ ഏത് പ്രാചീന മാനവ സംസ്കാരങ്ങളെ പരിശോധിച്ച് നോക്കിയാലും അവിടെയെല്ലാം ശക്തന്മാർ അശക്തന്മാരെ തകർത്തും നശിപ്പിച്ചും മുന്നേറുന്നതാണ് മാനവ ചരിത്രം തന്നെ. മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ത്വര, ആ സ്വഭാവവിശേഷം തന്നെ അബലരെ പിന്തള്ളി ശക്തരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വലിയ ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്ന ഒരു വലിയ പാഠം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും അവിടുത്തെ ശിഷ്യന്മാരും ലോകത്തെ പഠിപ്പിച്ചതായിരിക്കുന്ന മാനവികത, ആ സുവിശേഷ സന്ദേശത്തിന്റെ അന്തസ്സത്ത തന്നെ ബലഹീനനെ കരുതുക, അശക്തരെ ചേർത്ത് നിർത്തുക എന്നതാണ്. ഇതാണ് ഏറ്റവും വലിയ ഒരു മാനുഷിക മൂല്യമായിട്ട് ഇന്ന് സുബുദ്ധിയുള്ള സമൂഹമൊക്കെയും എടുത്തു പറയുന്നത്. ഇന്ന് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ സമൂഹത്തിൽ, ഈ ഭൗതിക ലോകത്തിൽ ഈ അശക്തരെ ചേർത്ത് നിർത്തുന്നതാണ് ഒരു ഗവൺമെന്റിന്റെയും ഒരു സർക്കാരിന്റെയും
ഒരു സമൂഹത്തിന്റെയൊക്കെ ഒരു ഉത്തരവാദിത്വം എന്ന് ആളുകൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കാണുന്നില്ല. ശക്തന്മാരും കൂടുതൽ ബലമുള്ളവരും ഒക്കെ അതിജീവിക്കുന്നതൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നമ്മുടെ പ്രസക്തമായിരിക്കുന്ന ഒരു വിഷയം ദൈവസഭയിൽ, അതായത് നമ്മുടെ ആത്മീയ ലോകത്തിൽ ഇതേ തത്വം പലപ്പോഴും അവഗണിക്കപ്പെടുന്നില്ലേ എന്ന ഒരു കാര്യമാണ്. അതായത് അശക്തരെ, ബലഹീനരെ ചേർത്ത് നിർത്തുന്ന അതാണ് നമ്മുടെ നിലനിൽപ്പിന്റെയും വിജയത്തിന്റെയും രഹസ്യം, അതിന്റെ തത്വം എന്നുള്ള കാര്യം ആത്മീയ ലോകത്തും പലപ്പോഴും ആളുകൾ മറന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഭൗതിക ലോകത്തിലും അതാണ് കുലീന മൂല്യം. ആത്മീയ തലത്തിലേക്ക് വരുമ്പോഴും അശക്തരും ബലഹീനരുമായി, ആത്മീയമായ അശക്തരും ബലഹീനരുമായിരിക്കുന്ന ആളുകളെ നമ്മൾ കരുതുകയും ചേർത്ത് നിർത്തുകയും അവരെ വളർത്തുകയുമാണ് ചെയ്യേണ്ടത് എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്. റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 15-ാം അധ്യായത്തിന്റെ 7 വരെയുള്ള വാക്യങ്ങളിൽ വലിയ നീണ്ട വേദഭാഗത്ത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഈ ഒരു ആത്മീയ സത്യം വളരെ വിശദമായി ഉദാഹരണങ്ങൾ സഹിതം സൂചിപ്പിക്കുന്നത് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അതിന്റെ ഒരു വാക്യം മാത്രം ഞാൻ ഇതിന്റെ തുടക്കമായിട്ട് വായിക്കാം. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് 14-ന്റെ 1-ാമത്തെ വാക്യത്തില്, സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളി. ഈ വേദഭാഗത്തിന്റെ കേന്ദ്ര ആശയം പോലെയാണ് ഈ 1-ാമത്തെ വാക്യം ഇരിക്കുന്നത്. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളി. ഈ വേദഭാഗം പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത് റോമിലെ സഭയൊക്കെയാണ്. ആ റോമിലെ സഭയ്ക്ക് മാത്രമല്ല, ഒരു ക്രിസ്തീയ സമൂഹത്തോട് പൗലോസിന്റെ ആഹ്വാനം പോലെയാണ്. റോമിലെ സഭ മാത്രമല്ല, നമ്മുടെ സഭയും നമ്മുടെ ക്രിസ്തീയ സമൂഹത്തോടൊക്കെ ഉള്ള ഒരു ആഹ്വാനമാണ്. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളി. വേറൊരു വാക്യത്തിൽ പറഞ്ഞാൽ, വ്യത്യസ്ത കാഴ്ചപ്പാടുകളും രീതികളുമുള്ള ആളുകൾ, നമ്മളിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കുന്ന മനുഷ്യർ, അവരെ വിമർശിച്ച് ഇല്ലാതാക്കാതെ സ്നേഹബുദ്ധിയ അവരെ ചേർത്ത് നിർത്തി പക്വതയിലേക്ക് വളർത്തുന്നതാണ് ഒരു ദൈവസഭയുടെ ദൗത്യം. പുസ്തകം പറയുന്നതാണ്, the rule of the church or the mission of the church is not to destroy the weak and by criticism, but to correct them by lovingly holding them together. സഭയുടെ ദൗത്യം അതാണ്. ബലഹീനർ, ആത്മീയമായ ബലഹീനർ, ആ ബലഹീനരെ തമസ്കരിക്കുക, ഇല്ലാതാക്കുക, പരാജയപ്പെടുത്തുക അല്ല, അവരെ ചേർത്ത് നിർത്തി അവരെ പക്വതയിലേക്ക് വളർത്തിക്കൊണ്ടുവരിക. അതാണ് നമ്മുടെ അടിസ്ഥാന ദൗത്യം. അപ്പൊ ഈ ആശയം അപ്പോസ്തലൻ വിശദമാക്കുന്ന ആ വേദഭാഗത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കാം. ആദ്യം തന്നെ അപ്പോസ്തലൻ പറയുന്നത്, സഭയിൽ ദൈവജനത്തിന്റെ ഇടയിൽ വിശ്വാസത്തിൽ ബലവാന്മാരും ബലഹീനരും ഉണ്ട് എന്ന കാര്യമാണ്. എല്ലാവരും ഒരുപോലെ ബലവാന്മാരല്ല, ബലവാന്മാരും ബലഹീനരായിരിക്കുന്ന ആളുകളുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളിൻ. വിശ്വാസത്തിൽ ബലഹീനനായവൻ. ഇവിടെ ബലഹീനൻ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക്, ബലഹീനൻ എന്ന് പറഞ്ഞിരിക്കുന്നത് രോഗി എന്ന് പലയിടത്തും പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. രോഗി, രോഗിയെ സൗഖ്യമാക്കുക, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്നൊക്കെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന വാക്കാണ്. അപ്പൊ ഇവിടുത്തെ രോഗം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ രോഗിയായിരിക്കുന്നുവെന്നാണ്. വിശ്വാസത്തിൽ ആരോഗ്യം കുറഞ്ഞവൻ, വിശ്വാസത്തിൽ ബലം കുറഞ്ഞ് ശുഷ്കിച്ച് ശോഷിച്ച് അതിന്റെ പോഷണം ലഭിക്കാതെ ഇരിക്കുന്ന ആളുകൾ, രോഗാതുരന്മാരായിരിക്കുന്ന ആളുകൾ, അവരെ എന്ത് ചെയ്യണം? ഏതൊരു രോഗിയെയും നമ്മൾ നല്ല മനുഷ്യർ ചെയ്യുന്നത് പോലെ രോഗിയാണെങ്കിൽ അവനെ തള്ളിക്കളയല്ലോ, അവനെ ചേർത്ത് നിർത്തി അവനെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരണം. സംശയ വിചാരങ്ങൾ, എന്തുകൊണ്ടാണ് ഈ വിശ്വാസത്തിൽ ഇങ്ങനെ രോഗികളായിട്ട് വരുന്നത്, ആരോഗ്യമില്ലാത്തവരായിട്ട് തീരുന്നത്?
വിശ്വാസികളുടെ ഇടയിൽ ചിലർ ആത്മീയമായ ആരോഗ്യം കുറഞ്ഞവരും ചിലർ ആത്മീയമായിട്ട് പക്വതയും ആരോഗ്യം ഉള്ളവരും ഉണ്ടാവും. ഈ ആരോഗ്യക്കുറവിന്റെ പ്രത്യേകത സംശയ വിചാരങ്ങൾ എന്നാണ്. സംശയ വിചാരങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് ബൈബിളിൽ പുതിയ നിയമത്തിൽ 14 തവണ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഡയലോഗിസ്മോസ് എന്നൊരു ഗ്രീക്ക് വാക്കാണ്. അതിന് വ്യത്യസ്തമായ ചിന്ത, അഭിപ്രായ വ്യത്യാസം, സംശയം, ഡിസ്പ്യൂട്ട്, അല്ലെങ്കിൽ വാദിക്കാനും തർക്കിക്കാനും ഉള്ള ഒരു കാരണം, ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയുള്ള പരിഭാഷകളാണ് അതിന് ഉള്ളത്. അപ്പൊ സംശയ വിചാരമുള്ള ആളെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു കാര്യം പറയുമ്പോൾ അത് അതുപോലെ അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ, അവർക്ക് അതിലങ്ങ് സംശയം തോന്നുകയാണ്. അതാണല്ലോ സംശയ വിചാരം. അതങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നവർ. നമുക്കറിയാമല്ലോ, ഏതൊരു കാര്യം പറയുമ്പോഴും സംശയം വരാനുള്ള സാധ്യതയുണ്ടല്ലോ. എല്ലാവരും ഒരുപോലെ സമ്മതിക്കുകയില്ല. കർത്താവ് തന്നെ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ഉദാഹരണം പറയാം. ലൂക്കോസിന് സുവിശേഷം 24:38 വാക്യത്തിൽ, നിങ്ങൾ കലങ്ങുന്നത് എന്ത്, നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്. അപ്പൊ കർത്താവ് പുനരുത്ഥാനം ചെയ്ത് അവരുടെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ കർത്താവ് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് സംശയം വന്നു, ശരി തന്നെയാണോ എന്ന്. അതാണ് ആ വാക്ക്, സംശയം തോന്നി. അതുപോലെ ശിഷ്യന്മാർക്ക് അവരിൽ ആരാകുന്നു വലിയവൻ എന്നൊരു വാദം ഉണ്ടായി എന്ന് പറയില്ല. ആ വാദം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡയലോഗിസ്മോസ് ആണ്. അതായത് അവർക്കൊരു സംശയ വിചാരം ഉണ്ടായി. ആരാണ് വലിയ ആള്? പത്രോസാണോ, യാക്കോബാണോ, യോഹന്നാനാണോ, ആരാണ് വലിയ ആള്? ഒരു സംശയ വിഷയമാണ്. എന്തുകൊണ്ടാണ് സംശയങ്ങൾ വരുന്നത്? ഒരു കാര്യം പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് സംശയങ്ങൾ വരുന്നത്. അല്ല, കൃത്യമായിട്ട് എല്ലാവരും ഒരുപോലെ അങ്ങ് മനസ്സിലാക്കിയ സംശയമില്ലല്ലോ. ഇന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാതെ വരുമ്പോൾ സംശയം വരും, അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. മിക്കവാറും തർക്കങ്ങളൊക്കെ ഉടലെടുക്കുന്നത് ഇങ്ങനെയുള്ള അവ്യക്തതകൾ വരുന്ന സമയത്താണ്. അപ്പൊ ഇതാണ് സംശയ വിചാരങ്ങൾ. അപ്പൊ ഇത് പറയുമ്പോൾ എന്തിനാണ് അപ്പോസ്തലൻ ഉദ്ദേശിച്ചതെന്നുള്ള ചില ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പൊ ഭക്ഷണത്തിന്റെ ഒരു കാര്യവും ഭക്ഷണം കഴിക്കുന്ന കാര്യവും ദിവസങ്ങളുടെ ആചരിക്കുന്ന കാര്യവുമാണ് ഉദാഹരണമായിട്ട് അപ്പോസ്തലൻ പറയുന്നത്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഉദാഹരണം നോക്കുമ്പോൾ നമുക്കറിയാം, ഇതൊന്നും അടിസ്ഥാന ഉപദേശങ്ങളുടെ പേരിലുള്ള സംശയങ്ങളോ വാദപ്രതിവാദങ്ങളോ അല്ല. ഇതൊക്കെ ഉദാഹരണം ത്രിയേകത്വത്തെ സംബന്ധിച്ചുള്ള സംശയമോ, ദൈവം പിതാവാണോ എന്നുള്ള സംശയമോ, യേശുക്രിസ്തു ദൈവപുത്രനാണോ എന്നുള്ള സംശയമോ, കൃപയാലുള്ള രക്ഷയെ പറ്റിയോ, ഇങ്ങനെയുള്ള മരണാനന്തര പുനരുത്ഥാനത്തെ പറ്റി, ഇങ്ങനെയുള്ള കാര്യത്തെ പറ്റി അല്ല ഇവിടെ ഈ ഭക്ഷണത്തിന്റെ കാര്യവും ദിവസത്തിന്റെ കാര്യവും ഒക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ദുരുപദേശം എന്ന വാക്ക് ഉപയോഗിക്കുക, ഹെരസി. അങ്ങനെയുള്ള ആളുകളെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാകുന്നില്ലെങ്കിൽ അവരെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കൂടെ ചേർന്ന് പോകുന്ന ആളല്ലല്ലോ എന്ന് പറയും. അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടത്തിലാണ് നമ്മൾ പെട്ടിരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഒഴിവാക്കുക ചെയ്യുന്നത്. എന്നാൽ സംശയ വിചാരങ്ങൾ വരുമ്പോൾ അവരെ ഒഴിവാക്കുക എന്നുള്ള ആശയമല്ല. അവരോട് എടുക്കേണ്ട മനോഭാവം അവരെ വിശ്വാസത്തിൽ പറയുക ചേർത്ത് കൊള്ളുവിൻ എന്ന കാര്യമാണ്. 2 ഉദാഹരണങ്ങൾ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കാം. ഒന്ന് ഭക്ഷണത്തിന്റെ കാര്യം. തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്. ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു. തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്. ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. ഭക്ഷണത്തെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ 2 അഭിപ്രായം. ഒരാൾ പറഞ്ഞു തിന്നരുത്, ഒരാൾ പറഞ്ഞു തിന്നാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഏത് ഭക്ഷണം, എല്ലാ ഭക്ഷണം ഒന്നും കഴിക്കരുതെന്നോ സ്ഥിര ഉപവാസം നടത്തണമെന്നൊന്നും അല്ലല്ലോ ഇതിൽ പറയുന്ന ഒരു കാര്യം. അവിടെ പറയുന്നത് ഭക്ഷണത്തെ സംബന്ധിച്ച് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലുള്ള ഒരു സംശയം. ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ വിഗ്രഹാർപ്പിതങ്ങൾ അല്ലെങ്കിൽ അമ്പലത്തിലെ അർപ്പിച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും ദേവീദേവന്മാരുടെ പൂജയ്ക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കാവോ കഴിക്കാതിരിക്കാവോ, എന്തൊരു ശക്തമായ വാദപ്രതിവാദം, എന്തൊരു സംശയ വിചാരം നമ്മുടെ ഇടയിൽ ഉണ്ടായി. അതൊരു വിഷയമാണ്. അപ്പൊ ഇതിലാരാണ് ബലവാൻ, ഇതിലാരാണ് അല്ലെങ്കിൽ ബലഹീനൻ ആരാണ്? അല്ലെങ്കിൽ ദിവസത്തിന്റെ ആചരണം. ചില ആളുകൾ പറയും ചില ദിവസങ്ങൾ പവിത്രമായ ദിവസങ്ങളാണ്, ആ ദിവസത്തിന് ഒരു പ്രത്യേക പ്രാധാന്യം കൊടുക്കണം, മറ്റു ദിവസങ്ങളെ പോലെ അല്ല. ഇപ്പൊ ക്രിസ്തീയതയിൽ പൊതുവെ പറയുമല്ലോ, ഞായറാഴ്ച അതൊരു വിശുദ്ധ ദിവസമാണ്. യഹൂദന്മാരുടെ ശബത്ത് ദിവസത്തിന് പ്രാധാന്യം കൊടുത്തതുപോലെ ക്രിസ്തീയ വിശ്വാസം വന്നപ്പോഴും ഞായറാഴ്ചയ്ക്കാണ് ആ പ്രാധാന്യം ഉള്ളത്, ശനിയാഴ്ചയ്ക്കല്ല. അത് മറ്റു ദിവസത്തെക്കാളും അത് വിശുദ്ധമായ ദിവസമാണ് എന്നുള്ള ഒരു ചിന്താഗതി. ഒരാൾ അതിനെ മഹത്വം കൊടുക്കുന്നു.
എന്നാൽ മറ്റൊരാൾ പറയാണ് അങ്ങനെയല്ല, എല്ലാ ദിവസങ്ങളും ഒരുപോലെയുള്ള ദിവസങ്ങളാണ്, ഒരു ദിവസത്തിന് മാത്രം പ്രത്യേകതയില്ല. ഒരാൾ പറയുന്നു ഏത് ഭക്ഷണവും കഴിക്കാം, ഭക്ഷണത്തിന് അങ്ങനെ കഴിക്കുന്ന വ്യത്യാസമില്ല. എന്നാൽ ഒരാൾക്ക് അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഉദാഹരണങ്ങൾ അപ്പസ്വലൻ പറയുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഇതിൽ ബലവാനും ബലഹീനനും ആരാണ്? ആരാണ് ബലവാൻ? എല്ലാം കഴിക്കാൻ പറ്റില്ല എന്നുള്ള ആ മനസാക്ഷിയുടെ സംശയം, സന്ദേഹം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളാണോ? അതോ എല്ലാ ഭക്ഷണവും ദൈവം വിശുദ്ധീകരിച്ചതാണ്, അതിലൊരു അശുദ്ധിയുടെ അംശമില്ല എന്ന് സെറിമോണിയലി, ആരോഗ്യപരമായിട്ടല്ല, അശുദ്ധിയുടെ ഒരു അംശമില്ല എന്ന് ചിന്തിക്കുന്നതാണോ ബലം? ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ ഭക്ഷണത്തെ സംബന്ധിച്ചുള്ള ക്രിസ്തീയ പ്രമാണങ്ങൾ നമ്മൾ നോക്കിയാൽ ദൈവവചനം അസന്നിഗ്ധമായിട്ട് പറയുന്ന ഒരു കാര്യം, യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് ഞാൻ കർത്താവായ യേശുവിൽ അറിഞ്ഞ് ഉറച്ചുമിരിക്കുന്നു. വല്ലതും മലിനമെന്ന് എണ്ണുന്നവന് മാത്രം അത് മലിനമാകുന്നു. റോമാലേഖനം 14-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഭക്ഷണത്തെ സംബന്ധിച്ച് പൊതുപ്രമാണമാണ്. ഒരു ഭക്ഷണത്തെയും സ്വതവേ അതിൽ തന്നെ മലിനമല്ല, അതിനെ അശുദ്ധമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. തിമോഥെയോസിനെ എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല. ഭക്ഷണത്തെ പറ്റി പറയുന്ന സമയത്ത് തന്നെയാ പറയുന്നത്, അങ്ങനെ ഒരു അശുദ്ധി വേർപാട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇല്ല. കർത്താവ് പറഞ്ഞ വാക്ക് അത് അത്ര അതിശ്രേഷ്ഠമാണ്. മർക്കോസ് 7:18 ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ, പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധനാക്കാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? അത് അവന്റെ ഹൃദയത്തിലല്ല വയറ്റിൽ അത്രേ ചെല്ലുന്നത്, പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്ക് ശുദ്ധി വരുത്തുന്നു. എന്നിട്ട് കർത്താവ് പറയാണ്, മനുഷ്യനെ അശുദ്ധനാക്കുന്നത് വായിലൂടെ വയറ്റിലേക്ക് പോകുന്നതല്ല, വായിൽ നിന്ന് വരുന്നതായിരിക്കുന്ന സ്വഭാവവും പ്രവൃത്തികളും ഒക്കെയാണ്. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വിശുദ്ധി അശുദ്ധി വേർപാട് ഇല്ലാത്ത ഒരു നിലവാരം. ഒരു കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞെടുത്താൽ വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ, ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. ഇങ്ങനെ വിഗ്രഹത്തിന് അർപ്പിച്ചത് എന്ന് പറഞ്ഞ് ഭക്ഷണത്തിന് ഒരു വ്യത്യാസവും വരുന്നില്ല. ഭക്ഷണത്തെ വിശുദ്ധമാക്കാനോ ശുദ്ധമാക്കാനോ ഏതുമല്ലാത്ത ഒരു വിഗ്രഹത്തിനോ അതിന്മേൽ നടത്തുന്ന അർത്ഥമില്ലാത്ത പൂജകൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ കഴിയുകയില്ല. അപ്പൊ അതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, അതാണ് ഭക്ഷണത്തെ സംബന്ധിച്ച പക്വമായിരിക്കുന്ന ക്രിസ്തീയ വീക്ഷണം. ഏതൊരു ഭക്ഷണ പദാർത്ഥത്തെ സംബന്ധിച്ച ക്രിസ്തീയ വീക്ഷണം അതാണ്. എന്നാൽ ഒരു ബലഹീനൻ എന്താ പറയാ? കൊരിന്ത്യലേഖനം വായിച്ചു നോക്കിയാൽ അതിന്റെ 8-ാം അധ്യായത്തിൽ പൗലോസ് അത് വിശദമായിട്ട് പറയുന്നുണ്ട്. ബലഹീനൻ എന്ന് എഴുതി പൗലോസ് പറയുന്ന വാക്കുകൾ കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 8-ന്റെ 4-ാമത്തെ വാക്യത്തിൽ വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്ന 8-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, അവരുടെ മനസാക്ഷി ബലഹീനമായകയാൽ മലിനമായി തീരുന്നു. അതിന്റെ 9-ാം വാക്യം, എന്നാൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിക്കാൻ നോക്കുവിൻ. ബലഹീനൻ. അതിന്റെ 11-ാമത്തെ വാക്യം, ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. അപ്പൊ ഭക്ഷണത്തെ സംബന്ധിച്ചുള്ള ഈ കുലീനമായിരിക്കുന്ന ഈ കാഴ്ചപ്പാട്, ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ വീക്ഷണം ലഭിക്കാത്ത ഒരു ബലഹീനൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കും എന്നാണ് അവിടെ പറഞ്ഞത്. ദിവസങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഇതുപോലെയാണ്. ആഴ്ചയിലെ 7 ദിവസങ്ങളും ഒരുപോലെ വിശുദ്ധമാണെന്നുള്ളത് തർക്കമറ്റ ഒരു സംഗതിയാണ്. നമുക്കറിയാം 24/7. ചില ഓഫീസുകളിലൊക്കെ എഴുതി വെച്ചിട്ടില്ലേ, 24/7 നമുക്ക് വേർതിരിക്കപ്പെട്ട വിശുദ്ധ ദിവസങ്ങളാണ്. കാരണം നാം വേർതിരിക്കപ്പെട്ട മനുഷ്യരാണ്. ഒരു ദിവസം പ്രത്യേക വിശുദ്ധമെന്നോ മറ്റൊരു ദിവസം ചീത്തയൊന്നോ അല്ലെങ്കിൽ കുറച്ച് വിശുദ്ധമെന്നോ ഒന്നും ആർക്കും പറയാനായിട്ട് കഴിയാതെ വണ്ണം എല്ലാ മണിക്കൂറുകളും നിമിഷങ്ങളും ദൈവമക്കൾക്ക് വിശുദ്ധമാണ്. അത് ദൈവം അംഗീകരിച്ച കാര്യങ്ങളാണ്. അതാണ് ക്രിസ്തീയതയുടെ സ്വാതന്ത്ര്യം എന്ന് നമുക്കറിയാം, ക്രിസ്തീയതയുടെ പക്വമായ വീക്ഷണം. എന്നാൽ പല ആളുകൾക്കും ഈ അറിവ് ഇല്ല. അവരാണ് ബലഹീനർ. യഥാർത്ഥത്തിൽ ഇത് ശരിതെറ്റുകളുടെ ഒരു വിഷയമല്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാല് ഒരു വളർച്ചയുടെ ഒരു മേഖലയാണ്. ഇപ്പൊ ഒരു ദിവസം മാന്യമാണെന്ന് കരുതുന്നു, മറ്റു ദിവസമൊക്കെ മോശമാണെന്ന് അവർ പറയുന്നില്ല. എല്ലാ ദിവസവും മാന്യമാണ്, എന്നാൽ ഒരു ദിവസം കുറച്ചുകൂടെ നല്ലത് എന്ന തരത്തിലൊക്കെ അവർ പലപ്പോഴും പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവർ ചിന്തിക്കുന്നത് ഒരു പാപം എന്ന തരത്തിൽ നമ്മൾ പറയരുത്. അതായത് ഒരാള് എല്ലാ ഭക്ഷണവും തിന്നാൻ മേല, ഇപ്പൊ എന്തെങ്കിലും പൂജ അർപ്പിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ ചെല്ലുമ്പോൾ അവര് രാവിലെ ഒരു ഫോട്ടോയുടെ മുമ്പിൽ പൂജിച്ചിട്ട് ആണ് ആ കടയിലെ സാധനങ്ങളൊക്കെ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്നത്. എന്തും ആകാം.
അതിനൊക്കെ അതൊക്കെ കഴിച്ചാല് ഒരു ബലഹീനമല്ല, അയ്യോ ഇത് വിഗ്രഹാർപ്പിതമാണല്ലോ എന്ന് ഓർത്ത് കഴിച്ചാലും അവനൊരു പാപം ചെയ്യുന്നു എന്നല്ല നമ്മൾ അവിടെ പറയുന്നത്. ഒരു അറിവില്ലായ്മയുടെ, ഒരു ബലഹീനതയുടെ, ഒരു വളർച്ചക്കുറവിന്റെ, ഒരു തിരിച്ചറിവിന്റെ കുറവിന്റെ ഒരു പ്രശ്നമാണ് എന്നാ പറഞ്ഞത്. ഇതൊരു ഹെരസി അല്ല, ഇതൊരു ദുരുപദേശമല്ല, ഇതൊരു അറിവില്ലായ്മയാണ്. അങ്ങനെ ചിന്തിക്കുന്നവരാണ് ബലഹീനന്മാരായിരിക്കുന്ന ആളുകൾ. ഇത് രണ്ട് ഉദാഹരണം പൗലോസ് പറയുമ്പോൾ നമുക്ക് പല ഉദാഹരണങ്ങൾ കണ്ടെത്താനായിട്ട് ഇന്നും കഴിയും. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഇപ്പം ഓഫറിങ് എടുക്കുന്നതിനെ പറ്റി, ധർമ്മശേഖരത്തെ പറ്റി പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നത് നമുക്ക് കിട്ടുന്നതിന്റെ 10 ദൈവത്തിനുള്ളതാണ്, ബാക്കി 10 നമുക്കുള്ളതാണ്. അങ്ങനെയാണ് ചെലവഴിക്കുക. 10 ദൈവത്തിനുള്ളത് ആദ്യം കൊടുക്കണം, ദൈവത്തിനുള്ളത്. എന്നാൽ വേറൊരാൾ ചിന്തിക്കുന്നു, എനിക്കുള്ളത് മുഴുവൻ ദൈവത്തിൻ്റെതാണ്. 10 10 ദൈവത്തിന്റെ സ്വന്തമാണ്. അത് കർത്താവിന്റെ ഹിതപ്രകാരം ഉപയോഗിക്കുന്നു. ഏത് ആരോഗ്യകരമായ കാഴ്ചപ്പാട്. എന്നാൽ ചില ആളുകള് ഈ 10 പ്രത്യേക കൽപ്പന കൊടുത്ത് അതൊരു ബലഹീനമെന്ന് നമുക്ക് പറയാം. കുറച്ചുകൂടെ വളർന്നു വരുമ്പോൾ അത് 10 മാത്രമല്ല, സകലതും ദാവീദ് പറഞ്ഞ പോലെ ദൈവത്തിൽ നിന്ന് ലഭിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതല്ലേ നമുക്ക് മുഴുവനുള്ളൂ. സഭായോഗം ഞായറാഴ്ച മാത്രമേ കൂടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ എന്തെങ്കിലും അസൗകര്യങ്ങളൊക്കെ വന്ന് വേറൊരു ദിവസം കൂടേണ്ടി വന്നാലും ഏത് ദിവസം എന്നുള്ളതല്ല വിഷയം, സൗകര്യമാണ് അവിടുത്തെ വിഷയം. പൊതുവായ സൗകര്യം, പൊതുരീതികൾ, അതാണ് വിഷയം. അല്ലാതെ വേറൊരു ദിവസം കൂടുന്നത് തെറ്റോ അത് മോശമോ അല്ല, അതൊരു സൗകര്യത്തിന്റെ വിഷയമാണെന്ന് ചിന്തിക്കുന്ന ആരോഗ്യകരമായിരിക്കുന്ന കാര്യം. എന്നാൽ അങ്ങനെ പറ്റിയല്ല, അത് ഞായറാഴ്ച തന്നെ കൂടണം എന്ന് ചിന്തിക്കുന്ന ബലഹീനന്മാരായിരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ ബൈബിൾ വായിക്കുന്ന കാര്യത്തില് ചിലർ പറയും റിസീവ്ഡ് ടെക്സ്റ്റ് മാത്രമേ വായിക്കാവുള്ളൂ, അതാണ് അതിന്റെ ശരി, മറ്റു ടെക്സ്റ്റുകൾ വായിക്കുന്നത് അല്ല, അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്നവര്. ഇതിൽ ആരോഗ്യകരമായ കാഴ്ചപ്പാട് ഏതാ, അനാരോഗ്യമായ കാഴ്ചപ്പാട് ഏതാണ്? അതിന്റെ എക്സിക്യൂട്ടീവ് പഠിക്കുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാകുക. പ്രാർത്ഥിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധം. ചിലപ്പോഴൊക്കെ ആരാധനയുടെ ഇടയ്ക്ക് ഡ്രില്ലിനൊക്കെ എഴുന്നേക്കുന്ന പോലെ എഴുന്നേക്കുക ഇരിക്കുകയൊക്കെ ആയിരിക്കും. എഴുന്നേറ്റാലേ പ്രാർത്ഥന ആവുള്ളൂ. ചിലർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ എങ്ങനെ പ്രാർത്ഥിക്കുന്ന പോസ്റ്റർ അല്ലല്ലോ പ്രാർത്ഥനയാക്കുന്നത്, ഹൃദയത്തിന്റെ ഭാവങ്ങളല്ലേ എന്നൊരാൾ ചിന്തിച്ചാൽ എത്രയോ ആരോഗ്യകരം. ചിലർക്ക് രാവിലെ പ്രാർത്ഥിച്ചാലേ ശരിയാവുള്ളൂ, അതാണ് നല്ല സമയം. വേറൊരാൾ പറയും രാവിലെ എന്ന ഉച്ചയൊന്നും വ്യത്യാസമില്ല, പ്രാർത്ഥനയാണ് വിഷയം, സൗകര്യമായ സമയം വേണ്ടെന്നല്ല. അപ്പൊ അങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പൊ ഉപദേശത്തിലെ ബലഹീനന്മാരുണ്ട്. ചില കാഴ്ചപ്പാടുകളുടെയും വ്യാഖ്യാനങ്ങളുടെയും കാര്യത്തിൽ ബലം കുറഞ്ഞ, കുറച്ചുകൂടെ പക്വത വരാത്ത കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുന്നവരുണ്ട്. സ്വഭാവത്തിലെ ബലഹീനരുണ്ട്. ആത്മീയ സഭയില് എല്ലാവർക്കും ഒരുപോലെ ക്ഷമിക്കാനോ, ഒരുപോലെ സഹിക്കാനോ, ഒരുപോലെ ഔദാര്യം കാണിക്കാനോ, ഒരുപോലെ നിസ്വാർത്ഥരായിരിക്കാനോ ഒന്നും കഴിയുന്നില്ല. അവർക്കത് പറ്റുന്നില്ല. അത് സ്വഭാവത്തിലെ ബലഹീനന്മാരായിരിക്കുന്ന ആളുകൾ സഭയിലുണ്ടാകാം. കഴിവുകളിൽ ബലഹീനരാരുണ്ട്. എല്ലാവരും ഒരുപോലെ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുമോ? ചിലർക്ക് ചെയ്യാനായിട്ട് കഴിയല, അവരത്രയും മെച്ചപ്പെടുകയല്ല. ഇപ്പൊ പാട്ട് പാടുന്ന കാര്യത്തിൽ നന്നായി പാട്ട് പാടുന്ന ബലവാന്മാരായിരിക്കുന്ന പാട്ടുകാരുണ്ട്, ബലഹീനരായിരിക്കുന്ന പാട്ടുകാരുണ്ട്, ബലഹീനരുണ്ട്. പാടാൻ ബുദ്ധിമുട്ടുള്ളവരും പാടാൻ അത്ര അറിയാൻ മേലാത്തവരും. അത് പ്രസംഗത്തിന്റെ കാര്യത്തിലോ ഉപദേശത്തിന്റെ കാര്യത്തിലോ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിലോ ശുശ്രൂഷയുടെ കാര്യത്തിലൊക്കെ ഉണ്ടാവും. ബുദ്ധിയിൽ ബലഹീനരുണ്ട്. ചിലർ നല്ല ബുദ്ധിശക്തി കൂടുതലുള്ളവരായിരിക്കും, ചിലർ അത്രയും ബുദ്ധിശക്തി ഇല്ലാത്തവരായിരിക്കും. പ്രവർത്തന രീതികളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരുണ്ട്, കുറച്ചുകൂടി മെച്ചമായ രീതികൾ സൂക്ഷിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മളെക്കാളും കുറച്ചുകൂടെ മോശപ്പെട്ട രീതി, മെച്ചം കുറഞ്ഞ രീതിയാണ് അവർ മുറുകെ പിടിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവർ നിർബന്ധം പറയും, അങ്ങനെയാ ചെയ്യാവുള്ളൂ. ബലഹീനരായിരിക്കുന്ന ആളുകൾ. ഇപ്പൊ സഭയുടെ പേരിന്റെ കാര്യത്തില് ചിലപ്പോ നമ്മൾ ചർച്ച ചെയ്തല്ലോ, ഞാനൊരു അഭിപ്രായം ചിന്തിക്കുകയാണ്. ഇപ്പൊ സഭയുടെ പേര് ബൈബിളിൽ പറഞ്ഞതുപോലെ അല്ലാതെ ഒരു പേരിട്ട് കഴിഞ്ഞാൽ അവർ പാപം ചെയ്യുകയാണ് എന്ന് പറയുന്ന നിലവാരം എടുക്കാം. എന്നാൽ അതാണ് ബൈബിളിലെ ഒരു നല്ല രീതി, ഏറ്റവും ശ്രേഷ്ഠമായ രീതി. മറ്റൊരു പേരിട്ടാലും അവർ പേരിന്റെ കാര്യത്തിൽ വീഴ്ചയുണ്ടെങ്കിലും അവർ സഭയല്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന വേറൊരു കാഴ്ചപ്പാടുണ്ടാകും. സഭയുടെ ഭരണക്രമം മൂപ്പന്മാർ എന്ന് മാത്രം വിളിച്ചാലേ സഭയാവുള്ളൂ, പാസ്റ്റർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സഭയാവുകയല്ല എന്ന് ചിന്തിച്ചാല് ഒരു ബലഹീനനാണെന്ന് നമുക്ക് പറയാം. കുറച്ചുകൂടെ വിശാലമായിട്ട് കുറച്ച് നല്ലത് ഏതോ എന്നുള്ള ചിന്തയുണ്ട്. ബലഹീനരാണ് എന്നവരെ കണക്കാക്കിയ പോലെ സഭായോഗത്തിന്റെ ക്രമം, അതിന്റെ രീതികൾ, എന്തെല്ലാം വിഷയങ്ങളിൽ ബലവാന്മാരും ബലഹീനരും ഉണ്ട്.
ദൈവം അതിനെ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ആരോഗ്യമുള്ള വിശാലമായ സമഗ്രമായ കാഴ്ചപ്പാടുകളിലേക്ക് വരുമ്പോൾ ആത്മീയമായി പക്വതയുള്ളവരായിത്തീരും. അപ്പൊ പ്രേരണക്കാരൻ പറയുന്ന പോലെ ഇപ്പോഴും നിങ്ങൾ ഉപദേശത്തെ ശിശുക്കളായിരിക്കാതെ പരിജ്ഞാനത്തിലേക്ക് വളരാനായിട്ട് പറഞ്ഞതുപോലെ, പരിജ്ഞാനം വരുമ്പോൾ പണ്ട് നമ്മൾ വഴക്ക് കൂടിയത് നിർബന്ധം പിടിച്ചതുമായ കാര്യങ്ങളൊക്കെ ബാലിശമായിരിക്കുന്ന ചപലതകളാണെന്ന് തിരിച്ചറിയുന്ന കാലം വരും. സ്ക്രൂപ്ലോസിറ്റി എന്നൊരു വാക്ക് അറിയാലോ, സ്ക്രൂപ്ലോസിറ്റി ഒരു തരം OCD ആന്ന് പറയും, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചിലരിങ്ങനെ കൈ എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കൂലേ, അല്ലെങ്കിൽ ചിലര് വളരെ ശുദ്ധിയുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള സ്ക്രൂപ്പിൾസ്. ഈ റിലിജിയസ് OCD എന്ന് പറയുന്നതാണ് സ്ക്രൂപ്ലോസിറ്റിക്ക് പലപ്പോഴും പറയുന്നത്. മതപരമായിരിക്കുന്ന ഇങ്ങനെയുള്ള ഒബ്സഷൻസ് ഉണ്ടാവും. ഇപ്പൊ സഭാകളിലേക്ക് കയറുമ്പോൾ ചെരുപ്പിട്ടാല് അതൊരു മഹാഭാവം, അത് ഹോളിന്റെ ശുദ്ധി പോലെയൊക്കെ അനുസരിച്ചിരിക്കണം. ചില നിർബന്ധങ്ങളുള്ള ആളുകൾ, ചെരുപ്പ് ഊരി എന്നാലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിർബന്ധം സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഒരു നിസ്സാരങ്ങളായിരിക്കുന്ന കാര്യങ്ങളാണ്. വെളുത്ത ഉടുപ്പ് ധരിക്കണം എന്ന് പറഞ്ഞവര്, അല്ലെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആരോട് കൈകൂപ്പി നമസ്കാരം എന്ന് പറഞ്ഞപ്പോൾ അത് അക്രൈസ്തവമാണ്, അത് ക്രിസ്തീയമല്ല എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു ഞാൻ ഓർക്കുന്നു. അതുപോലെ ഇങ്ങനെയുള്ള എന്തെല്ലാം കാര്യത്തിൽ ഇങ്ങനെ സ്ക്രൂപ്പിൾസ് ഉണ്ടാവും. ബലഹീനരായ മനുഷ്യർ, പാപികളല്ല, ദുരുപദേഷ്ടാക്കാരല്ല, കാര്യങ്ങൾ അത്രത്തോളം വളർന്നിട്ടില്ല എന്ന് ബലവാന്മാരെന്ന് ചിന്തിക്കുന്നവര് അങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയും. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പൊതുവെ ആളുകൾ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? ബലഹീനരെ കുറ്റം വിധിക്കുക. അതാണ് പൊതുവെ ചെയ്യുന്നത്. അവരെ കുറ്റം വിധിക്കുക, വിചാരങ്ങളെ വിധിക്കുക എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് 3 തവണയാണ് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നിവിടെയും, ഒന്ന് വരുന്നത് 12:10 എബ്രായ ലേഖനം 5:14. മറ്റ് ഒരു തവണ ഉപയോഗിച്ചിരിക്കുന്ന ആത്മാക്കളുടെ വിവേചനമെന്നും മറ്റൊരു സ്ഥലത്ത് നന്മ തിന്മകളെ വിവേചിക്കുക എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഡിസേണിങ് ഗിഫ്റ്റ് എന്നാണ്, ഡിസേണിങ് ആണ്, ശരിയും തെറ്റും വേർതിരിക്കുക. എന്നാൽ ഇവിടെ അതിന്റെ ഉപയോഗം അങ്ങനെ ഒരു കൊണ്ട് വിധിക്കുക എന്ന് പറഞ്ഞാല് കുറ്റപ്പെടുത്തുക, ഒരു വിധി പ്രസ്താവിച്ച് കൊള്ളരുതാത്തവരൊന്ന് പ്രഖ്യാപിക്കുക, വാദപ്രതിവാദങ്ങൾ ഉണ്ടാക്കുക എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രയോഗമാണ്. ആളുകൾ പറയുന്നത് ചിലപ്പോൾ ജഡ്ജ്മെന്റ് സ്പിരിറ്റ്. ഇപ്പൊ എന്റെ രീതിയും എന്റെ ഇഷ്ടാനിഷ്ടങ്ങളും അനുസരിച്ച് മറ്റുള്ളവർ ചെയ്തില്ലെങ്കിൽ അതെല്ലാം തെറ്റാണ്, ഞാൻ വിശ്വസിക്കുന്നതും ചിന്തിക്കുന്നതുമായ രീതിയാണ് അതിന്റെ ഏറ്റവും ശരി, ഞാൻ വിശ്വസിക്കുന്നതല്ല ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് അത്രയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ ജഡ്ജ് ചെയ്യുക, വിമർശിക്കുക. ആ ഒരു മനോഭാവം ഒരു സഭയിലും സമൂഹത്തിലും വന്നാൽ അത് ചെയ്യരുത് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഇപ്പൊ ചില ആളുകളുടെ എല്ലാത്തിനും വിമർശിക്കുന്ന ആളുകളില്ലേ, ഏത് കാര്യം കണ്ടാലും കുറ്റം കണ്ടെത്താനുള്ള ഒരു പ്രത്യേക കൃപാവരം എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെ ഒരു പ്രത്യേക അപാര കഴിവുള്ള ആളുകളുണ്ട്. ആളുകൾ പറഞ്ഞ പോലെ ഒരു തൂവെള്ള കടലാസ് അങ്ങ് കൊടുത്താലും അതിനകത്തൊരു ചെറിയ പൊട്ട് കണ്ടിട്ട് ഒരു കറുത്ത കുത്ത് അതിലുണ്ടല്ലോ എന്ന് കണ്ടുപിടിക്കുക. കടലാസ് കാണുകയില്ല. അതങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അങ്ങോട്ട് തിരിഞ്ഞല്ല നിൽക്കേണ്ടത്, ഇങ്ങോട്ട് തിരിഞ്ഞായിരുന്നു നിൽക്കേണ്ടത്, അത്ര ഒച്ച വേണ്ടായിരുന്നു, അത്ര ഒച്ച കുറയ്ക്കായിരുന്നു, അങ്ങനെ ഇങ്ങനെ എല്ലാത്തിനും കുറ്റം കണ്ടു. പണ്ട് അങ്ങനെ അല്ലായിരുന്നു, ഇപ്പൊ ഇങ്ങനെ ആയിത്തീർന്നു, പണ്ടൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനും ഒരു വിമർശന ചിന്താഗതി. അതൊരു എന്ന് പറഞ്ഞാൽ ഞാൻ ധരിച്ചിരിക്കുന്നതാണ് ശരി, ബാക്കി അത്രയും ധാരണ കിട്ടാത്ത ആളുകളെല്ലാം എല്ലാവരും ദോഷികളാണ്, ഉപദ്രവികളാണ് എന്ന് ചിന്തിക്കുന്നത്. പരീശന്മാരെ പറ്റി ബൈബിൾ എഴുതിയിട്ടുണ്ടല്ലോ, അവന് കുറ്റം അന്വേഷിച്ചു കൊണ്ടിരുന്നു. യേശു കർത്താവിന്റെ പുറകെ അവർ നടന്ന എന്തിനാന്ന് നോക്കിയേ, എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുവോ എന്നുള്ളത്. അതാണ് ജഡ്ജ്മെന്റ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ദോഷമായിട്ട് ഒരു ശരിതെറ്റുകളെ തിരിച്ചറിയാൻ കഴിവില്ല എന്നുള്ളതല്ല, ഒരാളെ ഇടിച്ചു താഴ്ത്താനും അതിനെ തമസ്കരിക്കാനും വേണ്ടിയുള്ള ഒരു ത്വരയുള്ളവരായിരിക്കുന്ന ആളുകൾ. പൗലോസ് അപ്പോസ്തലൻ അതിനെപ്പറ്റി പറയുന്നത് അങ്ങനെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ, അതുകൊണ്ട് നീ അന്യോന്യം വിധിക്കരുത്, സഹോദര ഇടർച്ചയോ തടങ്ങലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവിൻ. ഇതൊക്കെ ഇടർച്ചയാകും, ഇതൊരു തടങ്ങലായിത്തീരും. അവരെയൊക്കെ വിമർശിച്ച് ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ എന്നാ പിന്നെ ഇനി ഞാനില്ല എന്ന് അവർ പറയും. ഒരു പാട്ടൊരാൾ പാടിക്കഴിഞ്ഞാൽ അതിന്റെ കുറ്റങ്ങളും ഒക്കെ കണ്ടുപിടിച്ച് അതിന്റെ സ്വരവും താളവും എല്ലാം ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി പാടുന്നില്ല എന്ന് വെച്ചേക്കാം. ഒരു ക്രിയാത്മകമായി ചെയ്യേണ്ടതുണ്ട്. ഒരു പ്രസംഗം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞു, അതിന്റെ കുറ്റങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിപാടി ഞാൻ നിർത്തി എന്ന് പറയാനായിട്ട് കഴിയും. എന്നാൽ അങ്ങനെയുള്ള ആളുകളെ ചേർത്ത് നിർത്തിയാലോ, അവർ മെച്ചപ്പെടും, അവർ നന്നാകും. കൂടെ നിന്നാല്
അതല്ല പലപ്പോഴും ഇടർച്ചയും തടങ്കലും വെക്കുകയാണ് ചെയ്യുന്നത്. പൗലോസ് പറയാണ് 16-ാമത്തെ വാക്യത്തില്, നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം 15-ാം വാക്യം, നിന്റെ ഭക്ഷണ നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. അവന്റെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുക. ഈ ചെറിയ വല്ലവരെ ഇടർച്ച വരുത്തിയാൽ കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ ഇട്ട് കളയുന്നത് നല്ലതാണെന്ന് കർത്താവ് പറഞ്ഞത് നമ്മൾ ഓർക്കണം. ഇടർച്ച വരുത്തുന്ന അയ്യോ കഷ്ടമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? ആളുകളെ നിരുത്സാഹികളാക്കുന്ന, മടുത്തു പോകുന്നവരാക്കുന്ന, ശുശ്രൂഷയിൽ നിന്ന് പോലും മടുപ്പിച്ച് പിന്നോട്ടാക്കുന്ന ആ നിരുത്സാഹത്തിന്റെ വിമർശനങ്ങള്, പ്രോത്സാഹനത്തിന് പകരം ശരിയായിരിക്കും, ചിലപ്പോൾ നമ്മളോടത്തുള്ള അറിവ് അവർക്കില്ലായിരിക്കും, നമ്മൾ പറയുന്നതിനേക്കാളും മോശപ്പെട്ട ഒരു ചിന്താഗതി ആയിരിക്കും, അത്രയും പക്വത പ്രാപിക്കാനോ നന്നായി ചെയ്യാനോ ഭംഗിയായി ചെയ്യാനോ പ്രവർത്തിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ലായിരിക്കും. എങ്കിലും അങ്ങനെയുള്ളവരെ തളർത്തിക്കളയല്ല, കുറ്റപ്പെടുത്തി ഇല്ലാതാക്കുക അല്ല ചെയ്യേണ്ടത്. പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ 14-ാം അധ്യായത്തില്. പൗലോസ് പറയുന്നുണ്ടോ, സ്വതവേ മലിനമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, കർത്താവായ യേശുവിൽ അറിഞ്ഞും ഉറച്ചു വിരിക്കുന്നു, വല്ലതും മലിനമെന്ന് എണ്ണുന്നവന് മാത്രം മലിനമാണെന്ന് പറഞ്ഞിട്ട് നിന്റെ ഭക്ഷണ നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. അപ്പോസ്തലന് ഭക്ഷണത്തെ പറ്റി അറിവുണ്ടായിരുന്നു. ഏത് ഭക്ഷണവും ഒരു കുറവില്ലാത്തതാണ്, അതൊക്കെ കഴിക്കാവുന്നതാണ് സ്തോത്രത്തോടെ എന്ന് അറിയുന്ന പൗലോസ് അപ്പോസ്തലൻ തന്നെ ഞാൻ ചില ഭക്ഷണ സാധനങ്ങൾ ഞാൻ അവർക്ക് ഇടർച്ചയാണെങ്കിൽ കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചെന്തുകൊണ്ടാണ്? തന്റെ സ്വാതന്ത്ര്യത്തെ പ്രയോജനം നോക്കി, അനുവാദമുള്ളത് പ്രയോജനം നോക്കി, നന്മ നോക്കി വേണ്ടെന്ന് വെക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹം കാണിച്ചു. യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല എങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും. ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും സാധ്യത ഇല്ലാത്ത തരത്തിലുള്ള ചില പ്രവർത്തന രീതികളൊക്കെ കാണും. ഇപ്പൊ പൗലോസും ബർന്നബാസും തമ്മിൽ മർക്കോസിനെ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവര് നോക്കുമ്പോൾ എത്ര വാദിച്ചും പറഞ്ഞു ഒക്കെ നോക്കി. പൊരുത്തപ്പെടുത്താൻ പറ്റുമെന്നാണ് ബർന്നബാസ് പറയുന്നത്. എന്തായിരിക്കും, ഈ മർക്കോസിനെ കൂടെ കൊണ്ടുപോകാം, കുഴപ്പമില്ല, അന്നല്ലേ അവൻ പറഞ്ഞത്, ഇന്ന് പക്വതയായി. പൗലോസിന്റെ വാദങ്ങളൊക്കെയോ അവനെ കൂടെ കൊണ്ടുപോയി ശരിയാവൂല, എന്തെങ്കിലുമൊക്കെ വാദങ്ങൾ പറഞ്ഞു കാണും. അവസാനം അവരൊരു തീരുമാനത്തിലെത്തി, ഒരാൾ സൈപ്രസിലേക്ക് പോട്ടെ, ഒരാൾ കിലിക്കിയ ദേശത്തിലൂടെ പോയിട്ട് അന്ത്യോക്യയിലേക്കൊക്കെ യാത്ര ചെയ്യാം, നമുക്ക് രണ്ടു കൂട്ടർക്കും വേറെ ആളുകളുണ്ടല്ലോ, ആളുകളെ തെരഞ്ഞെടുത്ത് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് പ്രവർത്തിച്ചു. ചിലപ്പോൾ ചില പ്രവർത്തന രീതികളിലൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നാൽ ആരോഗ്യകരമായി സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് വ്യത്യസ്തരായി പ്രവർത്തിക്കാൻ കഴിയുന്നത് പോലെ ഒരു സാധ്യതയാണ്. അല്ലാതെ വിമർശിച്ച് ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല. അബ്രഹാമും ലോത്തും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അബ്രഹാം പറഞ്ഞ ഒത്തുതീർപ്പ് ഫോർമുല എന്താ? നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തോ, നമുക്ക് രണ്ടായിട്ട് പോകാന്ന് പറഞ്ഞു. രണ്ടായിട്ട് പോയി. കുറ്റപ്പെടുത്തി നശിപ്പിക്കുന്നത് അവരുടെ ചിലപ്പോൾ ഈ ഒരാൾ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിലും പ്രവർത്തന രീതിയിലും ഉള്ള വിമർശിക്കാനുള്ള ഒരു ബലഹീനത കാണുമായിരിക്കും. ആ ബലഹീനതയേക്കാൾ വലിയ ബലഹീനതയാണ് ഒരാളെ കുറ്റപ്പെടുത്തി നശിപ്പിക്കുന്ന ബലഹീനത. അത് അതിലും ഗൗരവതരമായിരിക്കുന്ന അപരാധമാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ വീണ്ടും എഴുതിയാണ്, വിശ്വാസത്തിൽ ബലഹീനരായവരെ കൂടെ നിർത്തുന്ന മനസ്സ്, അതാണ് നമുക്ക് വേണ്ടത്. ബലഹീനരെ കൂടെ നിർത്തുക. ചേർത്തുകൊള്ളുവിൻ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നില്ലേ 14:1 ചേർത്തുകൊള്ളുക എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം റിസീവ്, അക്സെപ്റ്റ്, കൂടെ കൊണ്ടുപോവുക, ടേക്ക് അലോങ് എന്നുള്ള ആശയങ്ങളാണ്. എന്ന് പറഞ്ഞാല് ഒരാള്, നമ്മൾ ബലവാൻ, കാര്യങ്ങൾ കുറച്ചുകൂടെ കാഴ്ചപ്പാടുള്ള ആളുകളല്ലേ, കുറച്ചുകൂടെ വ്യക്തതയുള്ള മനുഷ്യരല്ലേ ബലവാൻ ആയിരിക്കണമല്ലോ. ആയിരിക്കണം. അങ്ങനെയുള്ള ആള് കാഴ്ചപ്പാട് കുറഞ്ഞ, അതേപറ്റിയുള്ള നല്ല ഉറപ്പ് കിട്ടാത്ത ഒരാളെ എന്ത് ചെയ്യണം? അവരെ ചേർത്ത് നിർത്തണം, അവരെ കൂടെ നിർത്തണം. കാരണം അതൊരു ബലഹീനതയല്ലേ, അതൊരു കഴിവുകേടല്ലേ. അതിനെ കുറ്റക്കാരൻ, തെറ്റ് എന്ന് പറഞ്ഞ് അവരെ ഇല്ലാതെയാക്കാതെ ചേർത്ത് നിർത്തുക. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാല്, ഒരു പാതിരാത്രിയില് ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകണമെന്നിരിക്കട്ടെ, പാതിരാത്രി. എത്ര ശക്തനാന്ന് പറഞ്ഞാലും ചില ആളുകൾക്ക് ധൈര്യം വരും. ചിലർ പറയും എനിക്ക് ഒരു കൂസലും ഇല്ല, കാരണം അവനറിയാം ഈ മരിച്ചവരൊന്നും അവിടെ, ആത്മാക്കളൊന്നും അവിടെ കിടപ്പില്ല എന്നും, അവരുടെ ശരീരങ്ങളെ അവിടെ ഉള്ളൂ എന്നും, അവരൊന്നും രാത്രി എഴുന്നേറ്റ് നമ്മളെ പേടിപ്പിക്കാനായിട്ട് വരികയില്ല എന്നും, അവിടെ ഒന്നും പിശാചുക്കളും ഭൂതങ്ങളും ഒന്നും സെമിത്തേരിൽ അല്ലാന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ അറിയുന്ന, ശക്തമായി അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ പറയും എനിക്കൊരു കൂസലും ഇല്ല എന്ന് പറഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ക്രിസ്ത്യാനിയാണ്, ഇതൊക്കെ ഒരളവിൽ അറിയാമെന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് പേടിയാന്ന് പറയുന്ന ഒരാളുണ്ട്. നമ്മൾ അവരെ എങ്ങനെ കണക്കാക്കുക? അതെന്തൊരു പേടിയാണോ? അത് തെറ്റാണ്. അങ്ങനെ പേടി, നീ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വിടണോ? കൂടെ പോവുകയോ അല്ലെങ്കിൽ നീ വേറൊരു വഴിക്ക് പോവുക എന്ന് പറയല്ലേ ചെയ്യുക? ബലഹീനൻ, ഇത് ബലവാൻ. അപ്പൊ ബലവാൻ
മറ്റുള്ളവരെ ഇടിച്ചു താത്തുകയും കളിയാക്കുകയും പരിഹസിക്കുകയും അല്ല, അവനെ കൂടെ നിർത്തി ഈ കാഴ്ചപ്പാടിലേക്ക് വളർത്തിക്കൊണ്ടുവരിക. അതല്ലേ ക്രിസ്തീയത ലോകത്തെ പഠിപ്പിച്ചതായിരിക്കുന്ന വലിയ പാഠം. ഏത് തരത്തിലും ഇപ്പൊ സുവിശേഷം വിശ്വസിക്കാത്തവൻ ആത്മീയമായിട്ട് ബലഹീനല്ലേ, തിരിച്ചറിവില്ലാത്തവനല്ലേ. അവരെ നമ്മൾ പുച്ഛിച്ച് തള്ളുകയോ പരിഹസിക്കുകയോ ഇടിച്ചു താത്തുകയോ നിങ്ങളൊക്കെ ഒന്നിനും കൊള്ളരുതാത്തവരാണെന്ന് നരകത്തിൽ പോകുന്നവരാന്ന് പറയുകയോ ചെയ്യുകയാണോ? അവന്റെ അടുക്കിലേക്ക് ചെന്ന് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു, വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയുമെന്നുള്ള സുവിശേഷവും അറിവ് അവർക്ക് പകർന്നു കൊടുക്കല്ലേ ചെയ്യുന്നത്, ഇടിച്ചു ചേർത്താനല്ലല്ലോ. അതുപോലെ സഭയിലേക്ക് വരുമ്പോഴും കാര്യങ്ങളെ പറ്റി തിരിച്ചറിവ് കുറഞ്ഞ ഒരാളായിരിക്കും. എന്താണ് നമ്മൾ അവരോട് എടുക്കുന്ന മനോഭാവം? അവരുടെ തെറ്റുകളെല്ലാം സമ്മതിച്ചു കൊടുക്കണമെന്നല്ല, അവരെ ചേർത്ത് നിർത്തണം. എന്തിനാ ചേർത്ത് നിർത്തണേ? അവരെ വളർത്തണം. ഒരു ഡോക്ടർ ഒരു രോഗിയുടെ രോഗത്തെ ഡയഗ്നോസ് ചെയ്താല്, ഓ ഇതാണ് നിന്റെ രോഗം, നിനക്ക് നീ ഗുണപ്പെടിയല്ല എന്ന് പറയുന്നതല്ലോ. അതിന്റെ ക്യൂർ, അതിന്റെ പരിഹാരം, അതിന്റെ ചികിത്സ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. കുറ്റപ്പെടുത്താൻ കഴിയുന്നതല്ല, തിരുത്തുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നവരായിരിക്കുന്ന മനുഷ്യർ. കുറ്റപ്പെടുത്താൻ ബുദ്ധിയും ബോധവും അല്ലെങ്കിൽ ചിന്തയൊക്കെ ഉള്ള ആർക്കും കഴിയും. ചിന്തിക്കുന്ന ആർക്ക് തെറ്റ് ശരിയും കണ്ടുപിടിക്കാനായിട്ടൊക്കെ കഴിയുമല്ലോ. പക്ഷെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ആ തെറ്റുകാരനോട് എടുക്കുന്ന മനോഭാവം അവനെ ആരോഗ്യത്തിലേക്ക്, വളർച്ചയിലേക്ക്, ബലത്തിലേക്ക് ആനയിക്കാനുള്ള ആ കൈത്താങ്ങ്, അതാണ് ക്രിസ്തീയ മനസാക്ഷി എന്ന് പറയുന്നത്. അതാണ് ക്രിസ്തീയ ബലഹീനരെ കരുതുക എന്നത് ദൈവീക മൂല്യമാണ്. കുറ്റപ്പെടുത്തി തകർക്കല്ല, മനസ്സലിവോടെ ചേർത്ത്. ആശയപരമായ ബലഹീനത, മനസ്സലിവോടെ ഈ ആശയത്തിലേക്ക് ആളുകളെ കൊണ്ടുവരിക. കഴിവിന്റെ ബലഹീനത, കഴിവില്ലാത്തവരെ കൂടെ നിർത്തി അവരെ കഴിവ് ആർജിക്കാൻ, ഇനി അഥവാ കഴിവ് ആർജിച്ചില്ലേലും ബലപ്പെടുത്തി കൈത്താങ്ങ് കൊടുക്കാനായിട്ട് സഹായിക്കുക. ഇനി പ്രലോഭനക്കേട് വീണു പോകുന്ന ഒരു ബലഹീനൻ, ഒരു പാപത്തിൽ നിബന്ധിച്ചു പോകുന്ന ബലഹീനതയാട്ടെ, തള്ളിക്കളിയല്ലോ. നിങ്ങൾ ഈ പാപം ഇല്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ എന്താ ചെയ്തേ? അവിടെ ചേർത്ത് നിർത്തി. ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി. എല്ലാ കാര്യത്തിലും ഈ ചേർത്ത് നിർത്തുന്ന മനോഭാവം, സഹതാപത്തിന്റെയും സഹാനുഭൂതിയുടെയും ഒരു മനോഭാവം, അത് ക്രിസ്തീയ മനോഭാവമാണ്. നിങ്ങൾക്കറിയുമോ, ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ടോം ഹോളണ്ട് എന്നുള്ള ഒരു ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ, അദ്ദേഹം എഴുതിയ ഡൊമീനിയൻ എന്നുള്ള പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. ഈ റീസെന്റ് ആയ പുസ്തകങ്ങളാണ്, ഈ കഴിഞ്ഞ നാളുകളിൽ വർഷങ്ങളിൽ വന്നതാണ്. അതിൽ എഴുതിയിരിക്കുന്ന ഒറ്റ പ്രമേയം, അദ്ദേഹം പറയുന്നത്, ലോകത്തെ ദരിദ്രനെയും ബലഹീനനെയും കഴിവില്ലാത്തവനെയും കരുതണം എന്ന് യൂറോപ്പിനെ പഠിപ്പിച്ചത് യേശുക്രിസ്തുവും അവിടുത്തെ ശിഷ്യന്മാരുമാണെന്നാണ് അദ്ദേഹം സ്ഥാപിച്ചത്. അങ്ങനെ അല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. റോമിൽ അങ്ങനെയല്ലായിരുന്നു, ഗ്രീസിൽ അങ്ങനെയല്ലായിരുന്നു. യൂറോപ്പ് അത് കേട്ടിട്ടില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനെന്ന് പഠിപ്പിച്ചിരുന്ന ആ സംസ്കാരത്തെ ജീവിച്ചവരെ എളിയവരും ദരിദ്രരും ബലഹീനരും ആരുമില്ലാത്തവരും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തീരുന്നതാണ് യഥാർത്ഥ മാനവ മൂല്യം എന്ന് ലോകത്തെ അഭ്യസിപ്പിച്ചത് ക്രിസ്തീയ വിശ്വാസമാണെന്ന് പറയുന്നത്. അത് ലോകത്തെ പഠിപ്പിച്ചെങ്കിൽ നമ്മുടെ സഭയ്ക്ക് നമുക്കും പഠിക്കേണ്ടത്. അത് ബലഹീനരും എളിയവരും ഉണ്ടെങ്കിൽ അവരെ അങ്ങനെ ചേർത്ത് നിർത്താനായിട്ട് കഴിയും. അവരുടെ ബലഹീനതയെ തിരുത്തേണ്ടതല്ല ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞത്. ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എല്ലാം തിന്നുകയോ തിന്നാതിരിക്കുകയോ ചെയ്യാം, അതൊക്കെ ഒരു കാര്യമായിരിക്കും. തിന്നുകയോ തിരസ്കരിക്കുകയോ ചെയ്യാന്നുള്ള അതിലൊരു ശുദ്ധി അശുദ്ധിയുടെ വേർതിരിവില്ല എന്നുള്ള ആ കാഴ്ചപ്പാടിലേക്ക് വഴക്കുകൂടുകയല്ലോ, അതിലേക്ക് ഒരാളെ കൊണ്ടുവരണം. അവൻ ബലഹീനല്ലേ, അവനെ കൊണ്ടുവരണം. എല്ലാ ദിവസങ്ങളും ഒരുപോലെ ദൈവാരാധനയ്ക്ക് യോഗ്യവും പരിശുദ്ധവുമാണെന്നുള്ള കാഴ്ചപ്പാടിലേക്ക് ഒരാളെ സൗമ്യതയോടെ സാവധാനതയോടെ കൊണ്ടുവരാനുള്ള ആ സഹിഷ്ണുത, അതാണ് ബലവാന്റെ കഴിവ്. കർത്താവ് അതല്ലേ ചെയ്തേ? രോഗിക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് വിളിക്കുമാറ് അവൻ ബലഹീനരുടെ കൂടെ നിന്നു. സത്യത്തിൽ ആരാണ് ബലവാൻ? മറ്റുള്ളവരെ വാദിച്ച് തോപ്പിക്കുന്നവനല്ല ബലവാൻ. മറ്റുള്ളവരെ സൗമ്യതയോടെ പഠിപ്പിച്ച് അവരെ ഈ ബോധ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ള പ്രാപ്തിയുള്ളവനാണ് ബലവാൻ. തകർക്കുന്നവനല്ല, താങ്ങുന്നവനാണ് ബലവാൻ. മറ്റുള്ളവരെ വഹിക്കാൻ, അവരെ കൈത്താങ്ങ് കൊടുക്കാൻ, ആത്മീയമായ കൈത്താങ്ങുകൾ കൊടുക്കാൻ നമുക്ക് പ്രാപ്തരാകുമ്പോഴാണ് അപ്പോസ്തലൻ പറഞ്ഞ ക്രിസ്തീയ പ്രമാണം നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ലൗകിക ബലം അല്ല, നമുക്കറിയാം ലൗകിക ബലത്തെ പറ്റി അല്ല ഇവിടെ പറഞ്ഞത്. അതൊക്കെ ആ തരത്തിലും ഈ പ്രമാണമൊക്കെ യോഗ്യമാണ്, അതാണ് മാനുഷിക മൂല്യം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ആത്മീയ ബലത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. എന്താണ് ബലം?
ഇപ്പൊ പിടിച്ചു വാങ്ങുന്നവരല്ലല്ലോ ബലവാന്മാർ, വിട്ടുകൊടുക്കുന്നവരല്ലേ ബലവാന്മാർ. ജയിക്കുന്നവരല്ലല്ലോ ബലവാന്മാർ, മറ്റുള്ളവരെ ജയിപ്പിക്കുന്നവരാണല്ലേ ബലവാന്മാര്. ഒരുപാട് സമ്പാദിച്ച് ധനവാനായി കഴിഞ്ഞാൽ അവൻ ബലവാൻ എന്നല്ലല്ലോ നമ്മൾ പഠിപ്പിച്ചത്. നമുക്കുള്ളത് ഒരുപക്ഷെ നമ്മുടെ ജീവൻ പോലും മറ്റുള്ളവർക്ക് കൊടുത്ത് ദരിദ്രരായി തീരുന്നവരാണ് ഏറ്റവും വലിയ ബലവാന്മാരെന്നല്ലേ കർത്താവ് നമ്മൾ പഠിപ്പിച്ചത്. കർത്താവ് പറഞ്ഞു, ശുശ്രൂഷ ഏൽക്കുന്നവനല്ല ശുശ്രൂഷിക്കുന്നവരാണ് ബലവാന്മാർ, അവരാണ് വിജയിക്കുന്നവർ. അതാണ് ക്രിസ്തീയതയുടെ മൂല്യം. അതാണ് ദൈവസഭയില് നമുക്കും വേണ്ടത്. ഒരു ആർഗ്യുമെന്റ് വരികയെന്നിരിക്കട്ടെ, ഒരു ആർഗ്യുമെന്റ് വന്നാല് അത് പറഞ്ഞ് തോൽപ്പിക്കുന്നതിലല്ല. ഒരുപക്ഷെ യോജിക്കുന്നില്ല എങ്കിൽ നമുക്ക് അവസാനം പറയാവുന്നത് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, പക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്നതാണ് കൂടുതൽ ശരി, നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള വിട്ടുകളയാനും വേണ്ടി വന്നാൽ ആ സാവകാശം നമുക്കുണ്ടെങ്കിൽ അതാണ് അവരെ ഈ സത്യത്തിലേക്ക് യഥാർത്ഥ അറിവിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം. കർത്താവിനെ പറ്റി പറഞ്ഞ അവൻ കലഹിക്കുകയില്ല, നിലവിളിക്കുകയില്ല, ആരും അവന്റെ തെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുകയുമില്ല എന്നാണ് മത്തായി സുവിശേഷം 12:18 കർത്താവിനെ പറ്റി പറഞ്ഞത്. പക്ഷെ ആ ശബ്ദം നിലവിളിക്കാത്ത, അലറാത്ത, ഒരുപാട് ശബ്ദമുയർത്താത്ത ആ സന്ദേശം ലോകത്തിന്റെ അതിരുകളോളം കീഴടക്കി എന്ന് നമുക്കറിയാം. അവരുടെ ശബ്ദം ഭൂമിയുടെ അതിരുകൾ വരെയും എന്ന് നമുക്കറിയാം. അപ്പൊ കർത്താവിന്റെ വിജയമാർഗം കണ്ടോ? ബലഹീനരെ അവരെ ചേർത്ത് നിർത്തി വളർത്തുന്ന കാര്യം. പൗലോസ് വീണ്ടും പറയുന്ന ഒരു ഉദാഹരണം അവിടെയുണ്ട്. എല്ലാവരും അതിന്റെ 14:6 മുതലുള്ള വാക്യങ്ങളിൽ വരുന്നു. നമ്മിലാരും തനിക്കായിട്ട് തന്നെ ജീവിക്കുന്നില്ല. 4-ാം വാക്യം, മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീയാർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ. അവൻ നിൽക്കും താനും, അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയും. വിധിച്ച് തള്ളിക്കളയാതെ. ഇത് ദുരുപദേശത്തിന്റെ കാര്യത്തിലോ നടപടിയെടുക്കേണ്ട തെറ്റിന്റെ കാര്യത്തിലോ അല്ല. ഇപ്രകാരമുള്ള അഭിപ്രായ വ്യത്യാസവും വളർച്ചക്കുറവും വ്യക്തതക്കുറവുമുള്ള കാര്യങ്ങളുടെ കാര്യത്തിലാണ്. വിധിച്ച് തള്ളിക്കളയാതെ അവനെ കരുതുന്ന ഒരു കർത്താവുണ്ടെന്ന് നമ്മൾ ഓർക്കണമെന്ന്. 6-ാം വാക്യം, ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവനും കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. അഭിപ്രായങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും, കാഴ്ചപ്പാടുകളൊക്കെ ഏറ്റക്കുറിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ആരുടെ ആളുകളാ? കർത്താവിന്റെ ആളുകളാണ്. കർത്താവിന്റെ അധികാരം, കർത്താവിന്റെ പരിപാടി നമുക്ക് വിധിക്കാൻ പറ്റില്ല. പഴയ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? ജോർജ് ബിറ്റ്ഫീൽഡും ജോൺ വെസ്ലിയും സമകാലികരായിരുന്നു. ഒരാള് ശക്തനായ റിഫോംഡും ഒരാള് ശക്തനായ അർമീനിയനും. ജോർജ് ബിറ്റ്ഫീൽഡിനോട് ചോദിച്ചു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇത്രമാത്രം ഈ ഉപദേശ വ്യത്യാസം സൂക്ഷിച്ച വെസ്ലിനെ സ്വർഗത്തിൽ കാണുമെന്ന് ചോദിച്ചു. ബിറ്റ്ഫീൽഡ് പറഞ്ഞു കാണൂല എന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ നടുങ്ങിപ്പോയി. വെസ്ലിയെ കാണുമെന്ന് വെച്ചാൽ കാണുകയാണെന്ന് പറഞ്ഞപ്പോൾ 10,000-കണക്കിന് ആളുകളെ വിശ്വാസത്തിലേക്ക് നയിച്ച മഹാനായ പ്രസംഗി സ്വർഗത്തിൽ കാണുകയാണെന്നാണോ പറഞ്ഞത്? കാണാൻ പറ്റിയല്ല. കാരണം അദ്ദേഹം ദൈവത്തിന്റെ അടുത്തായിരിക്കും, ഞാനിങ്ങ് ഏറ്റവും പുറയിലായിരിക്കും എന്ന് പറഞ്ഞു. അതിന്റെ പേരാണ് മഹാമനസ്കത, അതിന്റെ പേരാണ് ആത്മീയ പക്വത. പല വ്യത്യസ്തതകളും നമുക്ക് സ്വർഗത്ത് ചെന്നാലേ തീരുള്ളൂ എന്നുള്ളത് എത്ര വലിയൊരു യാഥാർത്ഥ്യമാണ്. ദൈവവചനത്തിന് മാറ്റം വരാത്തതുള്ളൂ എന്ന് നമുക്കറിയാം. അതിന്റെ അറിവുകൾ പുരോഗമനാത്മകമാണ്. എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത്, ഇല്ലുമിനേഷൻ എന്ന് പറയുന്നത് പുരോഗമനാത്മകമാണ്. മഹാഭക്തന്മാരായ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ആളുകൾ പോലും പറഞ്ഞ പല അബദ്ധങ്ങൾ കേട്ടാൽ ഇന്നത്തെ സൺഡേ സ്കൂളിലെ കുട്ടികൾ പോലും പറയും, ഇതൊക്കെ ബൈബിളിൽ പറയാത്തതാണല്ലോ എന്ന് പറയുന്ന തരത്തിൽ അവർക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം പഠിച്ചവരല്ലല്ലോ. മറ്റൊരുത്തന്റെ ദാസനെ വിധിക്കാൻ നീ ആര്? ചിലപ്പോൾ ചില ആർഗ്യുമെന്റ്സും ചില പ്രശ്നങ്ങളും ഒക്കെ കാണുമ്പോൾ അതിന്റെ നിർബന്ധ ബുദ്ധിയും ഭയങ്കര കാർക്കശ്യവും കാണുമ്പോൾ തമ്പുരാൻ കർത്താവിന് പോലും ഇത്രയും നിർബന്ധം ഇല്ലല്ലോ എന്ന് തോന്നിപ്പോ. രാജാവിനേക്കാൾ രാജഭക്തി എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. കർത്താവിനുള്ളതിനേക്കാളും ഭയങ്കര ഭക്തി കർത്താവ് ഇത്ര ഇല്ലായിരുന്നു. നിന്റെ ആലയത്തെ കുറിച്ച് തീർച്ചത എന്നെ വിഴുകിക്കളഞ്ഞു എന്ന് പറഞ്ഞ കർത്താവ് പാപിനികളെയും ചുങ്കക്കാരെയും വേശികളെയും ചേർത്ത് നിർത്തി. യൂദാസിനെ ജീവാവസാനം വരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് സ്നേഹിത എന്ന് വിളിച്ചാണ് അവസാന യാത്ര പറഞ്ഞത്. കർത്താവിനോട് ഒരിക്കൽ അപ്പസ്വലന്മാർ പറഞ്ഞു, ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു ഞങ്ങൾ കണ്ടു, ഞങ്ങളോടുകൂടി നിന്നെ അനുഗമിക്കാത്തല്ല അവനെ വിരോധിച്ചു എന്ന് യോഹന്നാൻ പറഞ്ഞത് യേശു അവനോട് വിരോധിക്കരുത്. നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമത്രേ.
കർത്താവിന്റെ മഹാമനസ്കത. കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. അവസാനം ഒരു കാര്യം പറയാണ്, പൗലോസ് പറഞ്ഞതിന്റെ ഒരുപക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്, നമ്മൾ എപ്പോഴും കോട്ട് ചെയ്യുന്നത് 14-ാമത്തെ വാക്യം. 14 അതിന്റെ 17-ാമത്തെ വാക്യം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. എന്താ വാക്കിന്റെ അർത്ഥം? അപ്പോസ്തലൻ പറയാണ്, നമ്മൾ ദൈവരാജ്യത്തിലേക്ക് വന്ന് ദൈവരാജ്യത്തിന്റെ വേല ചെയ്യാൻ, ദൈവരാജ്യത്തിന് അനുഭവിക്കാൻ, അതിന്റെ പ്രസംഗികളാകാൻ, അതിന്റെ വക്താക്കളാകാൻ വിളിക്കപ്പെട്ടവരാണ്. എന്താണത്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും. ഭക്ഷണ നിയന്ത്രണങ്ങളല്ല, എന്ത് ഭക്ഷിക്കേണ്ടത് എന്ന് ഉള്ള ചിട്ട പഠിപ്പിക്കലല്ല ദൈവരാജ്യം. സമയക്രമത്തിന്റെ നിയന്ത്രണങ്ങളല്ല, ഏത് ദിവസമാണ് ഏത് ദിവസമല്ല, രാവിലെയാണോ ഉച്ചയ്ക്കാണോ വൈകുന്നേരമാണോ, അതല്ല ദൈവരാജ്യത്തിന്റെ വിഷയം. ആചാരാനുഷ്ഠാനങ്ങളുടെ ചിട്ടപ്പെടുത്തലുകളല്ല ദൈവരാജ്യം. നമ്മുടെ കാര്യപരിപാടി അതല്ല. നമ്മുടെ കാര്യപരിപാടി ഈ ലോക കാര്യങ്ങളെക്കുറിച്ച് ചിട്ടകൾ ക്രമപ്പെടുത്തൽ, അത് ലോകത്തിന്റെ ആദി പാഠങ്ങളാണ്, ABCDs ഓഫ് ദ വേൾഡ്. നമ്മുടെ കാര്യപരിപാടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാൻ മനുഷ്യരെ ശക്തരാക്കലാണ്. Our mission is not religious liturgies but spiritual empowerment. നമ്മുടെ ദൗത്യം മതകർമ്മങ്ങൾ പഠിപ്പിക്കലല്ല, ആത്മീയമായ ശാക്തീകരണമാണ്. അതാണ് സഭ. നീതിയുള്ള ജീവിതം ജീവിക്കാൻ അതെന്താണെന്ന് പഠിപ്പിച്ച് അതെന്താണെന്ന് അഭ്യസിപ്പിക്കുന്ന ഒരു പാഠശാലയാണത്. ക്രിസ്തുവിന്റെ സമാധാനം അത് ലോകം തരുന്ന സമാധാനമല്ല, ദൈവികമായ ആത്മീകമായ പരിശുദ്ധാത്മാവിന്റെ ദാനമായ ആ ദൈവിക സമാധാനം ഫോസ്റ്റർ ചെയ്യാനും ഉൾക്കൊള്ളാനും ഫോസ്റ്റർ ചെയ്ത് വളർത്തി ആളുകളെ സമാധാനത്തോടെ ജീവിക്കാൻ പ്രാപ്തരാക്കുന്ന ഒരു പാഠശാലയാണ് ദൈവസഭ. സന്തോഷം ലോക സന്തോഷമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പകർന്നു തരുന്ന ആ ആത്മീയ സന്തോഷത്തിൽ വളരാനും അനുഭവിക്കാനും സന്തോഷിക്കാനും ഉള്ള ഒരു പരിശീലന കേന്ദ്രമാണ് സഭ. ഇതിലൊന്നും നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ ദൗത്യം. ചെറിയ കാര്യങ്ങളല്ല. മേജറിങ് ഓൺ ദ മൈനേഴ്സ് എന്ന് പറയും. നമ്മുടെയൊക്കെ വഴക്കുകൾ പലപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആലോചിച്ച് നോക്കിയാൽ വെറും അർത്ഥശൂന്യമായിരിക്കുന്ന കാര്യങ്ങളുടെ വെളിച്ചം വരുമ്പോൾ നമ്മൾ ലജ്ജിച്ചു പോകുന്ന വിഷയങ്ങളാണ് പലപ്പോഴും വഴക്ക് കൂടുന്നത്. കർത്താവിന്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്, അതാണ് ദൈവരാജ്യത്തിന്റെ ശക്തി. നമ്മുടെ ശുഷ്കാന്തി അതിനുവേണ്ടി പൗലോസ് പറയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ വഴക്ക് കൂടുന്നത്. ദിവസം, മാസം, വർഷം, വസ്ത്രം, വേഷവിധാനങ്ങൾ, ഏത് വേഷം ധരിക്കണം, ആഭരണങ്ങൾ, അതുപോലെ സമയം, എപ്പോൾ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങോട്ട് തിരിയണം, ലീഡറിന്റെ പേരെന്തായിരിക്കണം, സഭയുടെ പേരെന്താ, ഇതൊന്നും പറയരുതെന്നല്ല. ഇതൊക്കെ അതിര് വിടുമ്പോൾ, നമ്മുടെ സമാധാനത്തെ ഭഞ്ജിക്കുമ്പോൾ അത് നമ്മൾ അതിര് വിട്ടുപോയി നമ്മൾ ചിന്തിക്കണം. ആളുകൾ പറയില്ല, എലിയെ കൊല്ലാൻ വേണ്ടി ഇല്ലം കത്തിക്കാന്ന് പണ്ടൊരു ചൊല്ല് നമ്മൾ പറയും. പേരിന്റെ പേരിലും ദിവസത്തിന്റെ പേരിലും ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിലും ദൈവസഭയുടെ സമാധാനവും സന്തോഷവും ഐക്യവും വളർച്ചയും നശിപ്പിക്കുന്നതിനാണ് ആ പറയുന്നത്, അല്ലേ? ദൈവസഭയുടെ സമാധാനം, ദൈവികമായ സന്തോഷം, ആ ക്രിസ്തീയ ദൗത്യം, സുവിശേഷ ദൗത്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയണം. അതിനുവേണ്ടി മുൻകൈ കൊടുക്കുന്നതിന് പകരം അതിനെ തടസ്സപ്പെടുത്തുന്ന നിസ്സാരങ്ങളിൽ നിസ്സാരമായിരിക്കുന്ന, ഒരുപക്ഷെ നാമധേയ സഭകളെ പോലും മറ്റു മതവിഭാഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും വിദ്വേഷങ്ങളും ഒക്കെ നമുക്ക് വരുമ്പോൾ നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ടതില്ലേ? ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയവർദ്ധനയ്ക്കും ഉള്ളതിന് ശ്രദ്ധിച്ചുകൊള്ളുക. ഭക്ഷണ നിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത്. എല്ലാ ഞായറാഴ്ചയും സഭായോഗത്തിന് വരുന്നതല്ലല്ലോ, സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹികളാക്കുന്നതല്ലേ നമ്മുടെ ലക്ഷ്യം. ആളുകളെ ശിരോവസ്ത്രം ധരിപ്പിക്കാനായിട്ട് നിർബന്ധ ബുദ്ധിയാണോ? വിധേയത്വത്തിന്റെ ഒരു ആത്മാവിനെ ആളുകൾ ഉണ്ടാക്കാനുള്ള അതല്ലേ സർവപ്രധാനമായിരിക്കുന്ന കാര്യം. സ്തോത്രകാഴ്ച എല്ലാ ആഴ്ച ഇടിയിക്കുന്നതാണോ, അതോ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കി അതിനോട് കൂട്ടായ്മ കാണിക്കാനുള്ള ആ ഔദാര്യത്തിന്റെ മനസ്സ് വളർത്താനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? സഹോദരിമാര് പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ പറ്റി നമ്മൾ വാദപ്രതിവാദങ്ങൾ ഉണ്ടാക്കുകയാണോ? അതോ എന്താണ് ക്രിസ്തീയ പ്രാർത്ഥന, അതിന്റെ ആത്മാവ് എന്താണ് എന്നുള്ള സത്യം, അതിന്റെ ആ മനോഹരത്വം എന്തെന്ന് നമ്മുടെ ആളുകളെ അഭ്യസിപ്പിക്കലല്ലേ നമ്മുടെ പ്രധാന ലക്ഷ്യം? ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ മേജറിങ് ഓൺ ദ മൈനേഴ്സ് ആണ്. നിസ്സാരങ്ങളെ നമ്മൾ വലുതാക്കുകയും അതിപ്രധാനമായവയെ നമ്മൾ തള്ളിക്കളയും. കർത്താവ് പറഞ്ഞ പോലെ ഒട്ടകത്തെ വിഴുങ്ങുകയും കൊതുകിനെ അരിച്ചു നീക്കുകയും
ഒട്ടകത്തെ വിഴുങ്ങുകയും. എന്താണ് ഒട്ടകം? അതാണ് അല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞ ദൈവരാജ്യത്തെ അവഗണിക്കുകയും നിസ്സാരമായ ഭൗതിക ചിട്ടകളെ പ്രധാനപ്പെട്ടതാക്കി ചെറിയുന്ന അപകടം നമുക്കും വരാം. കർത്താവിന്റെ മാതൃക കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. റോമാലേഖനം 15:1 മുതൽ പറയുകയാണ്, എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മിൽ ഓരോരുത്തരും കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീക വർധനയ്ക്കായിട്ട് തന്നെ പ്രസാദിപ്പിക്കണം. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഐകമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏകമനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുവിന് അനുരൂപമായി തമ്മിൽ ഏകചിന്തയോടിരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവിൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാതൃക ബലഹീനരെ കൈക്കൊള്ളുന്ന, ചേർത്ത് നിർത്തി അവരെ രൂപാന്തരപ്പെടുത്തിയ ആ മാതൃക മനുഷ്യരുടെ രീതികളോട് പൊരുത്തപ്പെട്ട് ജീവിച്ചില്ലേ അവിടുന്ന് ഇവിടെ വന്നപ്പോൾ? നമ്മളെ പോലെയുള്ള ഒട്ട മനുഷ്യരുടെ കൂടെയാണ് കർത്താവ് പാപരഹിതനായിരിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ നമ്മുടെ ഇടയിലാണ് ജീവിച്ചത്. ശിഷ്യന്മാരൊക്കെ എങ്ങനെയുള്ളവരായിരുന്നു? ആ നിലവാരമുള്ള ആളുകളുടെ കൂടെ കർത്താവിനെ ചേർത്ത് നിർത്തി. യഹൂദ സംസ്കാരത്തിന്റെ ജീവിതം അവിടുന്ന് ജീവിച്ചു. അതിന്റെ നിസ്സാരത്തെ അറിയാത്തതുകൊണ്ടല്ല, അവരെ സത്യം ഗ്രഹിപ്പിക്കാൻ അവരുടെ ഉടുപ്പിട്ട കുപ്പായം ധരിച്ച് കർത്താവ് താഴ്ന്നിറങ്ങി കർത്താവ് വന്നു. നീതി കൊടുക്കാൻ ആവശ്യമില്ലാത്തവൻ നീതി കൊടുത്തില്ലേ? ജോലി ചെയ്യാൻ ആവശ്യമില്ലാത്തവൻ, ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്താൻ കഴിയുന്നവൻ അധ്വാനിച്ചില്ലേ? ബലഹീനരോടുകൂടി ഏറ്റവും വലിയ ബലഹീനതയായിരിക്കുന്ന പാപം, അതിന്റെ ഫലമായ സകല ഭവിഷ്യത്തുകളും വേദനയും ദുഃഖവും നമ്മോടുകൂടെ അനുഭവിച്ചപ്പോൾ നമ്മളെ അവിടുന്ന് ചേർത്ത് നിർത്തുകയാണ് ചെയ്തത്. സക്കേവസിന്റെ വീട്ടിൽ പോയപ്പോൾ കർത്താവിനോട് പറഞ്ഞു, പാപിയായ ഒരു മനുഷ്യന്റെ കൂടെ പാർക്കാൻ പോയി എന്ന് പറഞ്ഞു. പരീശന്റെ ചിന്ത അതാണ്. കുറ്റക്കാരെ ഒഴിവാക്കുന്ന എളുപ്പമാണ്, കൂടെ നിർത്തി രൂപാന്തരപ്പെടുത്തുന്നത് അത് സാക്രിഫിഷ്യലാണ്, അത് ത്യാഗപൂർണമാണ്. അതാണ് ക്രിസ്തു നമുക്ക് മുമ്പേ ചെയ്ത് കാണിച്ചു തന്നത്. ആ ക്രിസ്തു ദൗത്യത്തിന്റെ പിന്തുടർച്ചയാണ് സഭ. ആ ദൗത്യമാണ് ഓരോ സ്ഥല സഭയും ഇന്ന് കൈയേറ്റിരിക്കുന്നത്. അവിടെ ബലഹീനർ ഒഴിവാക്കപ്പെടുകയല്ല, അവരെ ചേർത്ത് നിർത്തുകയാണ്, അവരെ ബലവാന്മാരാക്കുന്ന പ്രക്രിയയാണ് അവിടെ. അതാണ് ദൈവത്തിന്റെ സഭ. അതുകൊണ്ട് നമ്മൾ കേട്ടതുപോലെ സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനരായവരെ ചേർത്തുകൊള്ളുവിൻ. വ്യത്യസ്ത കാഴ്ചപ്പാടും രീതികളുമുള്ളവരെ വിമർശിച്ചില്ലാതാക്കാമെന്ന് ആക്കാതെ സ്നേഹബുദ്ധിയാ ചേർത്ത് നിർത്തി വളർത്തുന്ന ആ ക്രിസ്തുവിന്റെ വലിയ മനസ്സ്, ആ മഹാമനസ്കത എനിക്കും തരണേ, നമുക്കും തരണേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ മനോഹരമായ ദൈവവചന ചിന്തകളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ബലഹീനത എന്നാൽ ബലഹീനരും ബലവാന്മാരും എന്ന വിഷയത്തെ അധികരിച്ചാണ് സംസാരിച്ചത്. ദൈവം സംസാരിക്കാൻ കൃപ നൽകിയതോർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സഹോദരനോടുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. വിശ്വാസികളുടെ വിധികർത്താവ് ക്രിസ്തു ആകയാൽ നീതീകരണം പ്രാപിച്ചവൻ മറ്റുള്ളവരെ വിധിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. ഭക്ഷണം, ദിവസങ്ങൾ ഇവ സംബന്ധിച്ച് മറ്റുള്ളവരുടെ നിഷ്ഠകളെയും മറ്റുള്ള ദാസനെയും വിധിക്കാൻ പാടില്ല. വളരെ വിശാലമായി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം ദൈവം നമുക്ക് നൽകി.